അതേസമയം ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. അപ്പീലിൽ അന്തിമ വിധി വരും വരെ തുടർ നടപടികൾ വിലക്കണമെന്നാണ് ആവശ്യം. അപ്പീലിൽ അന്തിമ ഉത്തരവ് വരും വരെ പരിശോധന, ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ നിർത്തിവെക്കണം. ഇതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നുമാണ് ആവശ്യം. ആൻമരിയ സണ്ണി ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. CMRLന്റെ ഹർജി അതത് രണ്ടാം തവണയാണ് ഒരേ ആവശ്യം. ഇഡി അന്വേഷണം എക്സാലോജിക് എന്ന കമ്പനിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിലെ ഇഡി അന്വേഷണം തടയണം എന്നാണ് CMRL ആവശ്യപ്പെടുന്നത്. നേരത്തെ ഇതേ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയത്. ഇഡി അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അതേ തുടർന്നാണ് ഈ റെയ്ഡുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആ സംഭവങ്ങളെല്ലാം മുന്നിലുള്ള സമയത്താണ് തിടുക്കപ്പെട്ട് CMRL വീണ്ടും ഹൈക്കോടതിയെ ഇതേ ആവശ്യവുമായി സമീപിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. തിങ്കളാഴ്ച കോടതി ഇത് പരിഗണിക്കുന്നു. വിവരങ്ങൾ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രണ്ടാമത്തെ തവണ ഇപ്പോൾ ഇതാ CMRL തിടുക്കപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് വീണ്ടും ഒരു അപ്പീലുമായിട്ട് ചെല്ലുന്നു. അത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന പരിശോധനയിൽ നിരവധിയായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഇഡി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ വീണ ടിയെ ചോദ്യം ചെയ്തതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലുമാണ് ഇഡി. അത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ പരിശോധനകളുടെ ഇടയിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഈ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് വരെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഇഡി വ്യക്തമാക്കുന്നുണ്ട്. ഇത് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലുമാണ്. അടുത്ത ദിവസങ്ങളിലേക്ക് അടക്കം നോട്ടീസ് നൽകുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ റെയ്ഡിൽ കണ്ടെടുത്ത ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 2019 ക്ലോസ് ചെയ്തിട്ടുള്ള വീണയുടെ അബുദാബിയിലെ അക്കൗണ്ട് കേന്ദ്രീകരിച്ചും ഇഡിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷിക്കുന്നു. ഇതിനിടയിലാണ് തിടുക്കപ്പെട്ട ഒരു ഹർജി അത് CMRL ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിൽ ഈ അപ്പീലിൽ പറഞ്ഞിരിക്കുന്നത് ഇഡിയുടെ അന്വേഷണം ആദ്യം നൽകിയിരിക്കുന്ന അപ്പീലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ ഇഡിയുടെ അന്വേഷണം നിർത്തിവെക്കണമെന്നാണ് വീണ്ടും ഒരു ആവശ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സ്വാഭാവിക നീതി നിഷേധമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അധികാര പരിധിയില്ലാതെ ഇഡി അന്വേഷിക്കുന്നു. ഇഡി ആദ്യം സമൻസ് നൽകുന്ന സമയം അടിസ്ഥാനപരമായി ECIR കമ്പനിക്കെതിരെ ഉണ്ടായിരുന്നില്ല എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഈ CMRL നൽകിയിരിക്കുന്ന അപ്പീലിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ തുടർ നടപടികൾ ഇതിനകത്തൊരു അതായത് കോടതിയിൽ നിന്നും ഒരു അന്തിമ വിധി വരുന്നത് വരെ അതിന് തുടർ നടപടികൾ വിലക്കണമെന്നാണ് പ്രധാന ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത്. അതായത് ഈ പരിശോധന അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യൽ അതായത് വീണ ടിയെ ചോദ്യം ചെയ്യും എന്നത് കാര്യം ഇഡി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കണമെന്നും ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് വരെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നുമാണ് ഈ അപ്പീലിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്തായാലും ഇപ്പോൾ തിങ്കളാഴ്ച കോടതി വിധി പറയും. പ്രജി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.